പേര് മാത്യു ജോസഫ്. ഞാൻ ഇടുക്കി ജില്ലയിലെ ആലടിയിൽ താമസിച്ച് വരുന്നു. ഞാൻ മലങ്കര പ്ലാന്റേഷൻ്റെ ടീ ഫാക്ടറിയിൽ ജോലി ചെയ്ത് വരികയാണ്. ഇവിടുത്തെ അസിസ്റ്റൻറ്റ് ഫാക്ടറി ഓഫീസർ പോസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ എനിക്ക് ഈ ഒഴിവ് സമയങ്ങളിൽ കിട്ടുന്നതെല്ലാം ഞാൻ ഓരോ വർക്കുകൾ ചെയ്യുന്നതിന്, ഒരു ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിൽ മെറ്റൽ ആർട്ടുണ്ട്, PVC ആർട്ടുണ്ട്, ഡ്രോയിങ് ഉണ്ട്, ക്ലേ ആർട്ടുണ്ട്, പിന്നെ വർക്കിംഗ് മോഡൽസ് ചെയ്യാറുണ്ട്. സൈക്കിൾ ചവിട്ടി വെള്ളമടിക്കുന്ന ഒരു മെഷീൻ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തടി കടയുന്ന മെഷീൻ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി അതിൽ തടി കടഞ്ഞ് കുറേ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സൈക്കിൾ വാട്ടർ പമ്പ്. ഞാനൊരു മോട്ടർ എൻ്റെ പഴയതിരുന്നായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിച്ച് അതിൻ്റെ ടയർ ഊരി മാറ്റിയതിന് ശേഷം ഒരു ബെൽറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചവിട്ടുമ്പോഴത്തേക്ക് വെള്ളം എടുക്കും. അപ്പം ഈ മോട്ടറിൻ്റെ ഫാൻ കവർ ഊരി മാറ്റിയിട്ട് അവിടെ ഒരു പുള്ളി പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത് ചെയ്തത്. അപ്പം സൈക്കിൾ കറങ്ങുമ്പോഴത്തേക്ക് ഈ സാധാരണ മോട്ടർ 1440 RPM ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൈക്കിളെ വിട്ടുമ്പോൾ ഏകദേശം 900 RPM ഒക്കെ കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ടാങ്കിലേക്ക് വരെ വെള്ളം അടിക്കാനുള്ള ശക്തി ഇതിന് ഉണ്ട്. ഞാൻ ടാങ്കിൽ വെള്ളം അടിക്കണമെന്ന് വിചാരിച്ചാൽ അതും ചെയ്യാൻ പറ്റും. കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വെള്ളം എടുക്കേണ്ട സമയത്ത് ഇങ്ങനെയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് ശകലം കൊളസ്ട്രോൾ ഉള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് എക്സസൈസ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം ചുമ്മാതെ എക്സസൈസ് ആരോഗ്യം കളയുന്നതിന് പകരം എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ അത് വിടുത്തുമെങ്കിൽ അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മോട്ടർ ഇരിപ്പുണ്ടായിരുന്നു. ആ മോട്ടർ ഒരു സൈക്കിളിലേക്ക് ചവിട്ടി ടാങ്കിലോട്ട് വെള്ളം അടിക്കുന്നവർ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ സൈക്കിളില്ലായിരുന്നു. ഒരു 500 രൂപ കൊടുത്തൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിച്ച് അതിൽ ഞാൻ മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെള്ളം അടിക്കുന്ന ഒരു പമ്പ് ചെയ്തു. അപ്പം 2 ദിവസം അത് ചെയ്യുന്ന പോലെ നമുക്ക് എക്സർസൈസും കിട്ടുന്നുണ്ട്. നമുക്ക് വെള്ളം കറണ്ട് ഇല്ലാത്തപ്പോഴത്തേക്ക് വെള്ളം അടിക്കാം. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ തടി കടയുന്നൊരു മെഷീൻ ഉണ്ടാക്കിയിരുന്നു. ആ തടി കടയുന്ന മെഷീൻ വെച്ചാണ് ഇവിടുത്തെ തടി കടഞ്ഞുള്ള ഫ്ലവർ വൈസുകളും നിലവിളക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഗേറ്റ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തായിരുന്നു. അപ്പം റൂഫിങ് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ്. അപ്പം സ്ലൈഡിങ്, ഒരു സൈഡ് സ്ലൈഡിങ്, ഒരു സൈഡ് നടക്ക് കയറാനുള്ളതാണ്. അപ്പം പത്രം വെക്കണമെങ്കിൽ പത്രം വെക്കാം എന്ന ഉദ്ദേശത്തിൽ ചെയ്ത ഒരു പട്ടിയുടെ ഒരു രൂപമാണ് അത്. ഇത് തന്നെ പീസുകൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന് നട്ടും ബോൾട്ടും വാഷറും ഒക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം വേസ്റ്റ് സാധനങ്ങളൊന്നും തന്നെ ഞാൻ നഷ്ടപ്പെടുത്താറില്ല. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ വൈഫ് ബെക്സി, ഇത് മൂത്ത മകൻ ഷോൺ മാത്യു, ഇവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് റോസ് മാത്യു, ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ വർക്കുകൾക്കും ഇവരുടെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം ഇവർക്കും അത് സ്കൂളിൽ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ പപ്പ ഇതുകൊണ്ടൊക്കെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ സ്കൂളിലെ എക്സിബിഷനും എൻ്റെ ഈ വർക്കുകളെല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവർക്കും നല്ലൊരു അഭിമാനമായിരുന്നു ആ സമയത്ത്. ഇത് ഞാൻ PVC പൈപ്പ് വെച്ച് ഒരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മോഡൽ ചെയ്താണ്. ചെറിയ രീതിയിലെങ്കിലും ഇതിൽ നിന്ന് കറണ്ട് ഉണ്ടാകും. അപ്പം ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പാണിത്. അപ്പം കൂടുതൽ വർക്കിംഗ് മോഡൽസ് ഉണ്ടാക്കി എക്സിബിഷനുകളിൽ വെക്കണം എന്നുള്ളൊരാഗ്രഹം കൂടെ ഉണ്ട്. ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രൂപമാണ്. ഈ രൂപം ഞാൻ വരച്ച് ഉണ്ടാക്കിയതാണ്. ഇത് തുണിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പം എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അല്ല, ഞാൻ കൂടുതലും വെറുതെ വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. കാരണം എൻ്റെ വണ്ടിയുടെ തന്നെ മാറുന്ന സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങളും പിന്നെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടുന്ന തടി കഷ്ണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. പൈസ മുടക്കിയുള്ള ഒന്നും കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പൈസ മുടക്കി ചെയ്യാൻ നമ്മുടെ അതിനേക്കായിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പൈസ മുടക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാറില്ല. ഇതെല്ലാം ഞാൻ ചെയ്ത ബോട്ടിൽ വർക്കുകളാണ്. അപ്പം ഓരോരുത്തരുടെയും അവരവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ഇത് മെസ്സേജും അതേ കൊടുത്തിട്ടുണ്ട്. അബ്ദുൽ കലാം അത് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഒരു സ്റ്റാർ ഉദിച്ചു, ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു, ഇത്
അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സിമ്പിൾ, അങ്ങനെ അതിൽ സിമ്പിളോട് കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് തേങ്ങയുടെ ഞെട്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ്. തേങ്ങ കിടക്കുന്ന ഞെട്ട് അതിനെ ഇലയാക്കിയും പൂവാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ ജോലി ചെയ്യുന്ന തേയില ഫാക്ടറിയിലെ എടുത്തു പോയ കേടായി പോയ തടി കഷ്ണങ്ങൾ, തേയിലയുടെ വേരും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് ചെയ്തതാണ് ഇതെല്ലാം. അപ്പം ഇതെല്ലാം ഇതിനൊരു കഥയുണ്ട്. ഇത് വണ്ടിയെ കൊണ്ടുപോയ ഒരു സാധനത്തിൽ നിന്ന് താഴെ വീണപ്പോൾ ഞാനത് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കളയാൻ പോയപ്പോൾ ഞാൻ അതിനകത്തൊരു ജിറാഫിനെ കണ്ടു. അങ്ങനെ എടുത്ത് ചെയ്ത ഒരെണ്ണമാണിത്. ഇത് ചന്ദനത്തിരി, ഇത് രണ്ടും മെഴുകുതിരി, ഇത് രണ്ടും പെൻ ഹോൾഡേഴ്സ്. ഇത് സത്യത്തിൽ ഇതെല്ലാം വേസ്റ്റ് വന്ന സാധനം ഉപയോഗിച്ച് ഞാൻ തന്നെ ചെയ്തൊരു ഇതാണ്. ഇതിപ്പം ആദ്യകാലത്ത് എൻ്റെ ഒരു ചെറിയ ടി വി ആയിരുന്നു. അപ്പോൾ ആ ടി വി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ടി വി ഇവിടെ ഷോയ്ക്കുള്ള സാധനങ്ങൾ ഇവിടെ വെക്കുന്ന രീതിയിൽ ചെയ്തതാണ്. ഇത് കഴിഞ്ഞ ദിവസം കൊച്ചിന് സ്കൂളിലൊരു ഗ്ലോബിൻ്റെ ഇത് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പം ഞാൻ ചെയ്തെടുത്തതാണ്. സ്കൂളിൽ കാണിക്കാൻ വേണ്ടി ചെയ്തെടുത്തതാണ്. ഇതൊരു ബോളാണ്. ബോളിൻ്റെ മുകളിൽ പേപ്പർ നനച്ച് ചുറ്റിയിട്ട് അതിൽ ചുമ്മാ പടങ്ങൾ വെച്ച്, ഇത് കറക്റ്റ് മോഡൽ ഒന്നുമല്ല എങ്കിലും കാണുമ്പം പെട്ടെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്തെടുത്താണ്. ഈ ഫോട്ടോ ഞാൻ തുണിയിൽ വരച്ച് ചെയ്തായിരുന്നു. അപ്പം പല ദിവസങ്ങൾ കൊണ്ട് ചെയ്തതാണ്. എനിക്ക് ജോലി കഴിഞ്ഞ് ബാക്കി വരുന്ന സമയത്ത് ഓരോ ദിവസമായിട്ട് ഓരോ സെക്ഷൻസായിട്ട് വരച്ച് ചെയ്തതാണ്. അപ്പം ഞാൻ വരച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണിത്. കാരണം ഇതിനകത്ത് എല്ലാം നല്ല ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് മനസ്സുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ്. ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ആമ. അത് ആമേനെ ഞാൻ സിമൻറ്റ് വെച്ച് ചെയ്തതാണ്. ഇത് ഇവിടെ വന്നപ്പം ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമായിരുന്നു അണ്ണാൻ. അപ്പോൾ അണ്ണാനെ ഈ മരത്തിനെ സിമൻറ്റ് വെച്ച് ചെയ്തതാണ്. അപ്പം അണ്ണാൻ്റെ കയ്യിലൊരു പഴമൊക്കെ ഇരിപ്പുണ്ട്. അണ്ണാനത് കഴിക്കുന്നതായിട്ടാണ് മോഡൽ വന്നിരിക്കുന്നത്. ഇത് ഞാൻ സിമൻറ്റും വെച്ച് ചെയ്ത ഒരു കൊക്കൻ്റെ രൂപമാണ്. ഇത് ചിരട്ടയാണ്. ഇത് PVC പൈപ്പാണ്. അപ്പോൾ ഈ ചിരട്ട എൻ്റെ കിട്ടിയതാണ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഈ ചിരട്ടയ്ക്ക് ഒരു കൂണിൻ്റെ ഷേപ്പ് കണ്ടുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്തതാണിത്. ഇതും കൊക്കിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് ഹോളാണ്, ഭയങ്കര വെയിറ്റൊന്നുമില്ല, അകത്ത് കാലിയാക്കിക്കൊണ്ട് ചെയ്ത കാരണമാണ്. സിമൻറ്റാണ് വർക്ക്. എൻ്റെ സ്വന്തം സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ പുളിങ്കുന്നാണ്. അവിടെ 20 വർഷത്തിന് മുന്നേ ഞാനിവിടെ ജോലിക്കായിട്ട് വന്നതാണ്. ടീ ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്കാണ് ജോലിക്ക് വന്നത്. അവിടുന്ന് പ്രൊമോഷനായി ഫോർമാൻ, പിന്നെ ഷിഫ്റ്റ് ഇൻചാർജ്, ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഫാക്ടറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ്.